ഹരി ഓം. ധർമ്മം എന്ന വാക്ക് പ്രായോഗികമായി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ധർമ്മശാസ്താവിൻ്റെ ഭക്തന്മാരെന്നുള്ള നിലയിൽ ശബരിമലയെ തീർത്ഥാടന കേന്ദ്രമായി പരിഗണിക്കുന്നവരെന്നുള്ള നിലയിൽ ധർമാവബോധം വ്യാപകമായി നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. ആചാര്യസ്വാമികൾ സമഗ്രമായ ഒരു നിർവചനമാണ് ധർമ്മത്തിന് നൽകിയിട്ടുള്ളത്. ഇത് ആചാര്യസ്വാമികൾ കണ്ടെത്തിയ ഒരു നിർവചനമല്ല, മറിച്ച് ധർമ്മശബ്ദം ഏതൊരു ധാതുരൂപത്തിൽ നിന്നുണ്ടായോ അതിനനുസരിച്ചുള്ള അർത്ഥകൽപ്പനയാണ്. ഏതായാലും ആചാര്യസ്വാമികളുടെ മാർഗദർശനം ലളിതസുന്ദരമാണ്. എന്താ ആചാര്യസ്വാമികൾ പറയുന്നത്? ധർമാചരണം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ സുസ്ഥിതിക്കും പോഷണത്തിനും അനുസൃതമായി ചെയ്യുന്ന കാര്യങ്ങളാകുന്നു. 2, ഭൗതിക സമൃദ്ധി ഉറപ്പാക്കുന്നതാകുന്നു. ഭൗതിക സമൃദ്ധിയുടെ കാര്യത്തിൽ വ്യക്തികൾക്ക് ആലസ്യം ഉണ്ടായിക്കൂടാ. വിഭവ സമൃദ്ധി, അത് സാമ്പത്തിക മേഖലയിലായാലും ശരി, അതുപോലെ ഉത്പാദന മേഖലയിലായാലും ശരി, ഒക്കെ ഉറപ്പാക്കേണ്ടതുണ്ട്. ആ ഒരു ഉത്സാഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. പിന്നെയുള്ളത് മോക്ഷമാണ്. നിശ്രേയസം എന്ന് പറഞ്ഞാൽ മോക്ഷം. അപ്പം നമ്മുടെ ജീവിതത്തെ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് പരമമായ ലക്ഷ്യത്തെ മുൻനിർത്തി, എന്താണ് പരമമായ ലക്ഷ്യം? അത് ആത്മസാക്ഷാത്കാരമാകുന്നു, മോക്ഷമാകുന്നു. എന്താണ് മോക്ഷം? ആത്മാവിനെ സംബന്ധിക്കുന്ന അറിവ് നേടിയാൽ മോക്ഷമായി. ഈ മോക്ഷപ്രാപ്തിയെ മുഖ്യ ലക്ഷ്യമാക്കി മുൻനിർത്തി സമ്പദ് സമൃദ്ധിയുടെ ധാർമ്മിക ജീവിതത്തെ നമുക്ക് നയിക്കാം. പ്രകൃതി സംരക്ഷണത്തിൻ്റെ പോഷണത്തിൻ്റെ ധാർമ്മിക ജീവിതം നമുക്ക് നയിക്കാം. എല്ലാവരും മോക്ഷം വേണം എന്നൊന്നും തുടക്കത്തിൽ ചിന്തിച്ചു എന്ന് വരില്ല, ആവശ്യമില്ല. പക്ഷേ ചെയ്യുന്നത് ധാർമ്മികമാവട്ടെ എന്ന ഒരു നിർബന്ധം എല്ലാവരും പുലർത്തണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ധാർമ്മിക ജീവിതമല്ല നാം നയിക്കുന്നതെങ്കിൽ നാം പാപികളാവും, നരകയാതന അനുഭവിക്കേണ്ടി വരും. ഈ നരകം എന്നൊക്കെ പറയുന്നത് അവനവരുടെ നോട്ടക്കുറവ് കൊണ്ട് വന്ന് ഭവിക്കുന്ന ദുരന്തങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും നൽകാതെ അവനവന് വേണ്ടി മാത്രം വിഭവങ്ങളെ തയ്യാറാക്കുകയും പാചകം ചെയ്യുകയും കഴിക്കുകയും ചെയ്യുന്ന ആൾക്കാർ പാപമാണ് കഴിക്കുന്നതെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. പ്രകൃതി ദേവതകൾ അനുഗ്രഹിച്ച് തന്നിട്ടുള്ള വിഭവങ്ങളെ നാണം കൂടാതെ വാരി വിഴുങ്ങി പകരമൊന്നും പ്രകൃതിക്ക് കൊടുക്കുന്നില്ലെങ്കിൽ അവർ കള്ളന്മാരാണ് എന്ന് ഭഗവത്ഗീത 3-ാം അധ്യായം ആക്ഷേപിക്കുന്നുണ്ട്. അപ്പം നാം പാപഭക്ഷകരായി മാറാതിരിക്കട്ടെ, കള്ളന്മാരായി മാറാതിരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നിടത്ത് നാം ധർമ്മിഷ്ഠരാകുന്നു. ഈ ധർമാവബോധം കൊണ്ട് ജീവിതത്തിൽ നമുക്ക് ഭൗതിക സമൃദ്ധി ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. അത് അന്യായമല്ല. അങ്ങനെ എല്ലാവരും ഉത്സാഹിക്കട്ടെ, സമ്പദ് സമൃദ്ധി ഉണ്ടാവട്ടെ, പ്രകൃതിയുടെ സംരക്ഷണം ഉറപ്പാക്കപ്പെടട്ടെ. അതിനുശേഷം മോക്ഷം ലക്ഷ്യമാക്കാം. അതുകൊണ്ട് ഓരോ വ്യക്തിയും അവരവരെക്കുറിച്ച് ആലോചിക്കണം, കുടുംബത്തെക്കുറിച്ച് ആലോചിക്കണം. കുടുംബത്തിൽ നല്ല സാമ്പത്തിക സ്ഥിതിയും വിഭവ സമൃദ്ധിയും ഒക്കെ ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ ഒരു ധർമ്മവീക്ഷണം കാലത്തിൻ്റെ വലിയൊരാവശ്യമാണ്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ. പിന്നെ വരുന്നു മോക്ഷം. മോക്ഷം എന്ന് പറയുന്നത് പരിപൂർണ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയത്തിൽ വിദ്യൈവ തന്നാശ വിധൗ പഠീയസി, എല്ലാ പരിമിതികളെ സംബന്ധിച്ച മിഥ്യാധാരണകളും തെറ്റിദ്ധാരണകളും അതിക്രമിക്കാൻ വിദ്യ നേടണം
ഈ വിദ്യാർജനത്തിൻ്റെ, വിദ്യ നേടുന്നതിൻ്റെ വിഷയത്തിൽ മണികണ്ഠസ്വാമി പറഞ്ഞു, സർവം ഖലു ഇദം ബ്രഹ്മ, എല്ലാം ബ്രഹ്മമാണ്. ഇവിടെ ഒന്നേ ഉള്ളൂ. ആ ഒന്നാണ് പലതായി പരിലസിക്കുന്നത്. അങ്ങനെ ഒന്ന് പലതായി മാറാൻ എന്താ കാരണം? മായയാണ് കാരണം. മണികണ്ഠസ്വാമി ഉദാഹരണമായിട്ട് തങ്കത്തെ നിർദ്ദേശിക്കുന്നു. തങ്കം, സ്വർണം, അതൊന്ന്. പക്ഷേ ആഭരണങ്ങൾ പലത്. വ്യത്യസ്ത ആഭരണങ്ങൾ ഉള്ളതുപോലെയാണ് ഇവിടെ വ്യത്യസ്ത പ്രപഞ്ച പ്രകടനങ്ങൾ. ഇതിനൊക്കെ കാരണമായിരിക്കുന്നത് മായയാവുന്നു. വാസ്തവത്തിലെല്ലാം ഏകസാരമാണ്, ബോധമാണ്, ബ്രഹ്മമാണ്. ഈ സമയത്ത് മഹാരാജാവ് ചോദിച്ചു, അങ്ങ് പറഞ്ഞുല്ലോ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല എന്ന്. അപ്പോൾ പിന്നെ മായയോ? ഇവിടെ മണികണ്ഠസ്വാമി അദ്വൈത ചിന്തയെ വിശദമായി അവതരിപ്പിക്കുന്നുണ്ട്. ക്രമത്തിൽ പരിശോധിക്കുന്നതിന് പകരം ബ്രഹ്മവും മായയും ഇതെങ്ങനെ വർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ലളിതമായി കണ്ട് മുന്നോട്ട് പോകാം. ഒരാളുടെ വാക്ശേഷി എങ്ങനെ അയാളിൽ അമർന്നിരിക്കുന്നുവോ അതുപോലെ ബ്രഹ്മാശ്രിത മായ ത്രിഗുണാത്മിക മായ അസ്തി. ബ്രഹ്മത്തെ ആശ്രയിച്ചുകൊണ്ട് മായയുണ്ട്. ബ്രഹ്മത്തെ ആശ്രയിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്നല്ല അർത്ഥം. ബ്രഹ്മം തന്നെ മായ. ഒരാളുടെ സംസാരശേഷി പോലെ അത് അയാളിൽ അന്തർലീനമായിരിക്കുന്നു. രണ്ടാമതൊന്നായിട്ടല്ല. പക്ഷേ ഇത് താത്വികമായിട്ട് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. അതിനുള്ള അന്വേഷണം പ്രത്യേകം നടത്തേണ്ടതുണ്ട്. ഏതായാലും രണ്ടില്ല, ഒന്നേ ഉള്ളൂ. മായയെ നമ്മുടെ തലത്തിൽ നിന്ന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അഭിനന്ദിക്കേണ്ടത്, അംഗീകരിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്? മായ എന്ന് പറഞ്ഞാൽ എന്നിലെ ജീവചൈതന്യം സർവേശ്വരമാണ്, സർവേശ്വര തത്വമാണ് എന്ന് അറിയാതെ ശരീരാഭിമാനം പുലർത്തുന്നതുമായ കാരണം, ഇന്ദ്രിയ താൽപ്പര്യങ്ങൾക്ക് വശംവദമായി പോകുന്നതുമായ കാരണം, മനസ്സിൻ്റെ വികാരങ്ങളോട് ഇണങ്ങി നിൽക്കുന്നതുമായ കാരണം, ബുദ്ധിഭ്രമങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നതുമായ കാരണം, ചുരുക്കത്തിൽ ഞാൻ ശരീരമാണ്, ഇന്ദ്രിയങ്ങളാണ്, മനസ്സാണ്, ബുദ്ധിയാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് മായയാണ് കാരണം. ചിന്തിക്കുന്നതിന് കാരണം മായ. ഇതുപോലെ ഞാൻ കർത്താവാണെന്ന് കരുതുന്നതും ഈ ഫലം എനിക്ക് ഭുജിക്കണമെന്ന് ഭോക്തൃത്വ ബുദ്ധി പുലർത്തുന്നതും, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. ചൈതന്യത്തിൻ്റെ തലത്തിൽ, ഈശ്വര തലത്തിൽ വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ല. ത്രിഗുണാത്മികയായ മായയുടെ തലത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മണികണ്ഠസ്വാമി പറയുന്നു, ഈ ത്രിഗുണാത്മികയായിട്ടുള്ള മായ പഞ്ചഭൂതമായി, പ്രപഞ്ചമായി പരിഭ്രമിപ്പിക്കുകയാണ്. പലവിധമായി പ്രപഞ്ച സത്യങ്ങൾ പ്രകടിതമാകുമ്പോൾ അതൊന്നാണെന്ന് മറന്നുപോകുന്നു. അവയിൽ നാം നാമരൂപ കൽപ്പനയെ ചെയ്യുന്നു. ഈ കാലത്ത് ആധുനിക ശാസ്ത്രചിന്തയിൽ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ശാസ്ത്രവുമായിട്ട് താരതമ്യം ചെയ്ത് പഠിച്ചാൽ വളരെ വ്യക്തതയുണ്ടാവും. ശാസ്ത്രഭാഷയിൽ അവലോകനം ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ഥൂല പ്രകടനങ്ങൾക്കും പിറകിൽ തന്മാത്രകളുടെ ഒരു ലോകം, ആറ്റങ്ങളുടെ ഒരു ലോകം, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോണുകളുടെ ലോകം, അതിനുമപ്പുറത്ത് എല്ലാം എനർജിയാണ് എന്ന ബോധ്യവും ശാസ്ത്രം നേടിയെടുത്തിട്ടുണ്ട്. എനർജി പദാർത്ഥമാവുന്നിടത്ത് മാറ്റമൊന്നുമില്ല എന്നുള്ള അത്ഭുതകരമായ സത്യം ശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നു.
എന്നാൽ പ്രകടമായി ലോകമുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിച്ച് കളയാനും പറ്റില്ല. ഈ ഒരു പ്രതിസന്ധിയെ, ഈ ഒരു പ്രഹേളികയെ, ഈ ബുദ്ധിമുട്ടുകളെയൊക്കെ എങ്ങനെ തരണം ചെയ്യാമെന്ന് ചോദിച്ചാൽ, അപ്പം മായ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത്? ഞാൻ ശരീരമാണ്, ഇന്ദ്രിയങ്ങളാണ്, മനസ്സാണ്, ബുദ്ധിയാണ് എന്നൊക്കെ തോന്നിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ നാമരൂപ കൽപ്പന ചെയ്ത് അത് കൊള്ളാം കൊള്ളില്ല എന്നൊക്കെ വിലയിരുത്തിക്കൊണ്ട് ജീവിക്കുന്നതാണ് മായാസ്വാധീനം. ഈ മായയെ അതിക്രമിക്കാൻ മായാധീശനെ പ്രാപിക്കുക, ഇതാണ് ഉപായം. മാമേവയെ പ്രപദ്യന്തെ മായാമേതാം തരംതിതേ എന്ന് ഗീതയിൽ ഭഗവാൻ വ്യക്തമാക്കുന്നു. ആരെന്നെ ആശ്രയിക്കുന്നു, അവർ മായാധീശനായ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് മായാമുക്തി ഉണ്ടാവും. മണികണ്ഠസ്വാമിയും ഈ കാര്യം തന്നെയാണ് ഉപദേശിക്കുന്നത്. മണികണ്ഠസ്വാമി പറയുന്നു, തത്വാവബോധം നേടണമെങ്കിൽ ഗുരു അനുഗ്രഹം വേണം. ഈ ഗുരുവിൻ്റെ വിഷയത്തിൽ മണികണ്ഠസ്വാമി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തുടർന്ന് അടുത്ത ഭാഷണവേളയിൽ ശ്രദ്ധിക്കാം. ഹരി ഓം.